ഞെട്ടിക്കുന്ന മറ്റൊരു വലിയ വാർത്ത ഇപ്പോൾ ഇന്ത്യ ഒട്ടുക്കും അലയടിച്ചുകൊണ്ടിരിക്കുക. ഹിന്ദി, ഇംഗ്ലീഷ്, തമിഴ്, മലയാളം എല്ലാ ചാനലുകളിലെയും പ്രധാന വാർത്ത ഇപ്പോൾ ഇതാ. നടൻ വിനായകനെ ഹൈദരാബാദ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുകയാണ്. അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് നീ ഒരു നല്ല കാര്യം ചെയ്തടാ. ഹൈദരാബാദ് വിമാനത്താവളത്തിൽ വാക്കുതർക്കത്തെ തുടർന്ന് തന്നെ CISF മർദ്ദിച്ചുവെന്ന് വിനായകൻ ആരോപിക്കുന്നുണ്ട്. ഞാൻ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ പറയുക, അവന്മാരുടെ ഇടിക്ക് ഒരു പരിമിതിയും കാണും. വിനായകൻ കഴിഞ്ഞ കുറച്ച് നാളുകളായി അങ്ങനെ വാർത്തകളിലില്ല. നല്ല കാലം വരാൻ പോണെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച രേഖ നോക്കി പറഞ്ഞില്ലേ, നോക്കിക്കോ. വീണ്ടും വിനായകനെ കുറിച്ചുള്ള വാർത്ത വരുന്നത് ഹൈദരാബാദിലാണ്. അത് വിമാനത്താവളത്തിൽ വെച്ചാണ്. പ്രശ്നം വാക്ക് തർക്കമാണ്. എന്താണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ഒരക്ഷരം പോലും തെറ്റിയില്ല. വിനായകൻ കുറച്ചു കാലമായി ഗോവയിലാണ് താമസിക്കുന്നത്. കേരളത്തിൽ നിന്ന് വിട്ട് ഗോവയിൽ ഇപ്പോ താമസം തുടങ്ങിയിരിക്കുകയാണ്. അതിനിടെ ഇന്ന് കൊച്ചിയിൽ എന്തോ സ്വകാര്യ ആവശ്യത്തിന് വന്ന് ഗോവയിലേക്ക് മടങ്ങും വഴിയാണ് ഹൈദരാബാദ് വഴിയുള്ള കണക്റ്റിംഗ് ഫ്ലൈറ്റിൽ ഹൈദരാബാദ് വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ CISFകാരുമായിട്ട് വാക്കുതർക്കം ഉണ്ടായെന്നും CISFകാർ വിനായകനെ കയ്യേറ്റം ചെയ്തുവെന്നുമാണ് ഇപ്പോൾ അറിയുന്നത്. നമസ്കാരം സാറേ, വൈദ്യർക്ക് സാർ എന്നെ ഇടിച്ച പോയിന്റ് ഒക്കെ കൃത്യമായിട്ടൊന്ന് പറഞ്ഞു കൊടുക്ക്. സദവ് എവിടെയാണെന്ന് വൈദ്യർക്ക് പിടികിട്ടുന്നില്ല. തുടർന്ന് CISF തന്നെ വിനായകനെ പിടിച്ച് അവിടെ ഹൈദരാബാദ് പോലീസിനെ ഏൽപ്പിക്കുകയാണെന്നു. ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. എന്നെ മാത്രം പിടിക്കണ്ട, അവരാണ് തുടങ്ങി വെച്ചത്. ഞാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്തോളൂ. എന്റെ കാര്യം ഞാൻ നിർദോഷത്തെ പോകും. അയ്യോ, അടിയൊന്നുമല്ല, ചവിട്ടെന്ന് പറഞ്ഞ എന്റെ ദൈവമേ, ഒരു മനുഷ്യനെ ഇങ്ങനെ എടുത്തിട്ട് ചവിട്ടാവോ? ഇവിടുന്ന് ചവിട്ട് കൊണ്ട് എന്റെ ചെറുക്കം വീണതങ്ങ് ഗീതയുടെ പറമ്പിലോ. ഈ വിമാനത്താവളത്തിന്റെ പരിധിയിലുള്ള പോലീസ് സ്റ്റേഷനിലാണ് വിനായകൻ ഉള്ളത്. ഇതെന്താ ഭ്രാന്തന്മാരുടെ വീടാ, വിവരദോഷികള്. വിനായകനെ ആ സമയത്ത് വിളിച്ചപ്പോൾ മനസ്സിലാവുന്നത്, വിനായകൻ പറയുന്നത് താൻ ഒരു പ്രശ്നവും ഉണ്ടാക്കിയിട്ടില്ല, എന്തിനാണ് തന്നെ കസ്റ്റഡിയിൽ എടുത്തതെന്ന് മനസ്സിലാവുന്നില്ല. ഞാൻ വേറെ ഒന്നും ചെയ്തില്ല, ഇത്രേ ചെയ്തുള്ളൂ. അതിനാണ് ഇവന്മാർ ഇങ്ങനെ ബഹളം വെക്കുന്നത്. വിമാനത്താവളത്തിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചാൽ തന്നെ ഈ കാര്യം വ്യക്തമാവുമെന്നാണ് വിനായകൻ പറയുന്നത്. എന്തായാലും ഇപ്പോൾ വിനായകൻ ഉള്ളത് ഹൈദരാബാദ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. അനൂപ് പറഞ്ഞതുപോലെ കുറച്ചു കാലം മുൻപ് കൊച്ചിയിൽ പോലീസുകാരുമായിട്ട് ഉള്ള ബഹളത്തിന്റെ പേരിൽ, വാക്കുതർക്കത്തിന്റെ ഒക്കെ പേരിൽ വാർത്തകളിൽ ഇടം പിടിച്ചിരുന്നു. കൊച്ചി നോർത്ത് പോലീസ് സ്റ്റേഷനിലെ പ്രശ്നത്തിന്റെ പേരിൽ ഒക്കെ ഇടം പിടിച്ചിരുന്നു. അതിനുശേഷം ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും വിനായകന്റെ പേര് ഇതുപോലെ ഒരു പ്രശ്നത്തിന്റെ ഇങ്ങനെ ഓരോ തരികട പരിപാടിയും കൊണ്ട് പേര് കളഞ്ഞു വിളിക്കണോ? നിർത്തി, ഇത് അവസാനത്താ. എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ ഡിങ് 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 അമർത്തുക.